ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ലൈഫ് ആൻഡ് ഫ്ലേവർ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാലോ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു വെജ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കിയാലോ. പിന്നെ ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ പേര് ചില്ലി പൊട്ടാറ്റോ സാൻഡ്വിച്ച്. അപ്പോൾ ആയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊട്ടാറ്റോ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനും വേണ്ടി ഞാനിവിടെ മീഡിയം സൈസ്ഡ് പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വലിയ പൊട്ടാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി. നമുക്ക് ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 5-6 ആൾക്കാർക്കുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊട്ടാറ്റോ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊട്ടാറ്റോ ബോയിൽ ചെയ്യാൻ വേണ്ടി പൊട്ടാറ്റോക്ക് ഒരു 3/4 ഭാഗത്തോളം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് 5 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ നമ്മൾ 5 വിസിലടിച്ചതിന് ശേഷം അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആവി മുഴുവൻ പോകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. പിന്നെ സവാള കരിയാതെ നോക്കുകയും വേണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി സോയാ സോസിൻ്റെ കുത്തിൽ അധികം താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏതായാലും ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ചിൽ. അപ്പോൾ അതുകൂടിയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സവാളയിൽ ഈ ഒരു സോയാ സോസ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. എന്നിട്ട് നമുക്കിതൊരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഈ സമയം നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു സവാള മിക്സ് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ബോയിൽ ചെയ്തിട്ടുള്ള കുക്കറിൻ്റെ ആവി മുഴുവൻ പോയിട്ടുണ്ടാകും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പൊട്ടാറ്റോ എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി മുഴുവൻ കളഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇതിലുള്ള കട്ടകളില്ലാതെ വേണം നമ്മൾ സ്മാഷ് ചെയ്തെടുക്കാൻ. കാരണം ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും മല്ലിച്ചപ്പും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കൈപ്പിടിയോളം ഞാൻ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല എരിവുള്ളൊരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെഡിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില്ലി പൊട്ടാറ്റോ സാൻഡ്വിച്ചാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സാൻഡ്വിച്ച് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ ബേസ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സും പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബേസ് മെഷർമെൻറ്റ് ഏകദേശം 3 ആൾക്കാർക്ക് കഴിക്കാനുള്ള ബ്രെഡ്, അതായത് 6 ബ്രെഡ് പീസിൽ ഫിക്സ് ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബ്രെഡിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. ഞാൻ പിന്നെ നേരത്തെ എടുത്തിട്ടുള്ള പൊട്ടാറ്റോ ഏകദേശം 6 ആൾക്കാർക്ക് കഴിക്കാനുള്ള പൊട്ടാറ്റോൻ്റെ രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് രാത്രിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മസാല ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ചിട്ട് ഇവിടെ അതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. 3 ആൾക്കാർക്ക് ഈ ഒരു അളവ് കറക്റ്റാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മളെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇത്തിരി ഒരിഗാനോ ചേർത്ത് കൊടുക്കുക. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ചില്ലി പൊട്ടാറ്റോ സാൻഡ്വിച്ചിനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ബ്രെഡ് പീസ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിൻ്റെ അളവിലാണ് ഓരോ ബ്രെഡ് മേലും ഈ ഒരു ബേസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാ ബ്രെഡ് മേലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു 2 ബ്രെഡ് ഒരു സാൻഡ്വിച്ചിന് വേണം, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചീസ് സ്ലൈസ് ആണ് ഒരാൾക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 ബ്രെഡിന് ഒരു ചീസ് സ്ലൈസ് എന്നുള്ള രീതിയിൽ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടാറ്റോ മിക്സ് നമ്മൾ ഈ ഒരു ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ഈ ഒരു ബ്രെഡിലേക്ക് അത് ചേർത്ത് കൊടുക്കുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാകും. കാരണം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ വെറുതെ പോലും ഇതിൻ്റെ ഒരു മസാല എടുത്ത് കഴിക്കും, അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാൻ ബ്രെഡിലേക്ക് നന്നായിട്ട് ഈ ഒരു പൊട്ടാറ്റോൻ്റെ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഈ ഒരു പൊട്ടാറ്റോ മിക്സിൻ്റെ മേലെ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മൊസറല്ലോ ചീസ് ചേർത്ത് കൊടുക്കാം.
മൊസറല്ല ചീസ് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നിങ്ങളുടെ അടുത്ത് മൊസറല്ല ചീസ് ഇല്ല, ഇനി ചീസ് സ്ലൈസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചീസ് സ്ലൈസ് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരൊറ്റ ചീസ് സ്ലൈസ് ആയാലും പ്രശ്നമില്ല. ഇനി നിങ്ങളുടെ അടുത്ത് ചീസ് സ്ലൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ ബ്രെഡിൻ്റെ മേലെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാനിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ബ്രെഡിൻ്റെ മേലെയും ഇത്തിരി ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഈ ഒരു സമയം ബ്രെഡ് കുക്ക് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ബ്രെഡ് വൺ സൈഡ് കുക്കായി കിട്ടും. നമ്മുടെ ചീസൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടാകും. അത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ബ്രെഡ് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്താൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ സൈഡും ലോ ഫ്ലെയിമിൽ കുക്കായി കിട്ടും. നമ്മുടെ 2 സൈഡിലും ചീസ് ഉള്ളതുകൊണ്ട് തന്നെ ചീസ് മെൽറ്റ് ആവുന്നത് നമുക്കിവിടെ പുറത്തുനിന്ന് സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ബ്രെഡ് വേഗം നമ്മുടെ പാനിൽ നിന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ബ്രെഡ് കരിയാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് അടുത്ത ഒരു ബ്രെഡിനും ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ബട്ടർ തേച്ച് കൊടുക്കാം, എന്നിട്ട് ബ്രെഡ് പ്ലേസ് ചെയ്യാം, ബ്രെഡിൻ്റെ മേലെ വീണ്ടും ബട്ടർ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്യുക, എന്നിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും 3-4 മിനിറ്റ് മറ്റേ സൈഡ് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബ്രെഡ് എല്ലാം കുക്ക് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബ്രെഡൊക്കെ ഒരുമിച്ച് വെക്കാം. അപ്പോൾ അങ്ങനെ ബ്രെഡ് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഏതായാലും ഇവിടെ ഒന്ന് വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിപൊളി ചില്ലി പൊട്ടാറ്റോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്ക് ഭയങ്കര ക്രിസ്പിയൊക്കെ ആയിരിക്കും പുറത്ത്, പക്ഷേ നമ്മുടെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ജ്യൂസി ആയിരിക്കും. അത്രയും ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാക്കും. പിന്നെ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ പേജ് ലൈഫ് ആൻഡ് ഫ്ലേവർ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ അപ്പ് ആക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ലിങ്ക് താഴെ ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.